ഗവർണറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടല്ല, സംഘപരിവാറിന്റെ ഏജന്റ് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ കെ എം ഷാജി മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമില്ല, ഈ ഗവർണർ വീണ്ടും തുടരണമെന്ന്. അതിന് ആ തീരുമാനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കും. അല്ലല്ല, ഗവർണർ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആരാ? ഭരണഘടനാപരമായി നമുക്കിവിടെ ഇരുന്ന് കത്തയച്ച ഗവർണറെ വെക്കാൻ പറ്റുമോ? അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീരുമാനിക്കും, രാഷ്ട്രപതി തീരുമാനിക്കും. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഗവർണർ വരും. ഗവർണർ വന്നു കഴിഞ്ഞാൽ ഒരു ഗവർണറുടെ പൊസിഷനിൽ നിന്ന് പ്രവർത്തിക്കണം. അതിനേക്കാൾ അപ്പുറം ഇപ്പുറം പോകണമെന്ന് നമ്മൾ പറയുന്നില്ല. ആ പൊസിഷൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ വിലയിരുത്തുന്നത് വിഷയാധിഷ്ഠിതമാണ്. അവരൊരു പ്രശ്നത്തെ സംബന്ധിച്ച് അവരെടുക്കുന്ന നിലപാടുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇവിടെ പൂക്കോട് കോളേജിൽ, ആ കോളേജിൽ സിദ്ധാർത്ഥനെ കൊന്നില്ലേ? ആ കൊലപാതകത്തെ സംബന്ധിച്ച് ഗവർണർ എടുത്ത നിലപാടെന്താ? ആ നിലപാടിനോട് ആരാ വിയോജിക്കുന്നത്? ആ നിലപാടെടുത്തു എന്ന് മാത്രമല്ല, താൽക്കാലികമായി ചാർജ് ഉണ്ടായിരുന്ന വൈസ് ചാൻസലറെ സ്ഥാനത്തൊന്നും മാറ്റിയില്ലേ? അവിടുത്തെ ഡീനിനെതിരായി നടപടി വന്നില്ലേ? ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയില്ലേ? അപ്പം ഞാൻ പറയുന്നു, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാൾ, അദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്തത് ഇന്ത്യ ഗവൺമെൻറ്റും BJP ഗവൺമെൻറ്റാണ്, അതിനൊന്നും തർക്കമൊന്നുമില്ല. ആത്യന്തികമായ പൊളിറ്റിക്സ് അല്ലല്ലോ നമ്മൾ നോക്കുന്നത്. അവർ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഓരോ ഇഷ്യൂസിനോട് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഇഷ്യൂസിൽ ചില കാര്യത്തിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് നല്ല വിയോജിപ്പുണ്ട്. അതേസമയം പൂക്കോട് കോളേജ് പ്രശ്നത്തിൽ ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. അതാണ് വിഷയാധിഷ്ഠിതമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പം കേരള ഗവർണറെ കുറിച്ചാണെന്ന് ഒരിക്കൽ, കേരള ഗവർണർക്ക് പണ്ട് ഏറ്റവും ആദ്യം കേരളത്തിൽ സ്വീകരണം കൊടുത്ത ആരാണെന്നറിയാമോ? അവിടെ ശരീഅത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ വന്ന് EMSൻ്റെ നിലപാടിന് അനുകൂലമായി പ്രസംഗിച്ചപ്പോൾ കോഴിക്കോട്ട് കടപ്പുറത്ത് ഏറ്റവും വലിയ സ്വീകരണം കൊടുത്തത് CPM ആണ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാടെടുത്ത ശരീഅത്ത് നിയമത്തിനെതിരായിട്ടുള്ള ആ നിലപാടിനെതിരായിട്ട് ഏറ്റവും വലിയ സ്വീകരണം സംഘടിപ്പിച്ചു കൊടുത്തത് CPM ആണ്. അല്ല, ഞാൻ എൻ്റെ നിലപാടല്ലേ പറയുന്നത്, ഞാൻ എൻ്റെ നിലപാടാണ് പറയുന്നത്. വിഷയാധിഷ്ഠിതമായ ഒരു നിലപാട്, അതാണ് നമ്മളുടെ വരുന്നത്. ഞാൻ പറയും, ഇതേ ആരിഫ് മുഹമ്മദ് ഖാനെ സ്വീകരിച്ചുകൊണ്ട് നടന്നല്ലോ, ഇതേ ആരിഫ് മുഹമ്മദ് ഖാനിന് വേണ്ടി ഒരു ഒത്താശയും ചെയ്തല്ലോ. ഇനി ഗവർണർ എന്നുള്ള നിലയിലാണെങ്കിൽ ഇവിടെ പശ്ചിമ ബംഗാൾ ഗവർണറെ മാർക്സിസ്റ്റ് പാർട്ടി എതിർക്കുന്നുണ്ടോ? ഇന്ത്യ ഗവൺമെൻറ്റും ഇവിടെ BJP ഗവൺമെൻറ് നിയമിച്ച, അല്ലെന്ന് വരികിൽ അവിടെ രാഷ്ട്രപതി തീരുമാനിച്ച പശ്ചിമ ബംഗാൾ ഗവർണറെ എതിർക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കേൾക്കൂ, ഒരു വാക്കൂടെ കേട്ടു. പശ്ചിമ ബംഗാൾ ഗവർണർക്ക് അനുകൂലമായിട്ടാണല്ലോ നിന്നിട്ടുള്ളത്. അനുകൂലമായതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ കയ്യിലുമുണ്ട്, എൻ്റെ കയ്യിലുമുണ്ട്. ഒരു രാജ്യവ്യാപകമായി പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ എല്ലാ ഗവർണർമാർക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ 10-13 പാർട്ടികൾ മാറി പ്രവർത്തിച്ച ആളാണ്. ഇപ്പോൾ അദ്ദേഹം സംഘപരിവാറിന്റെ പ്രവർത്തനം നടപ്പിലാക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ വീണ്ടും ഇവിടെ വരണമെന്ന് താങ്കൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. അത് വീണ്ടും ആവർത്തിച്ചു. അല്ലല്ല, ഞാൻ പറഞ്ഞതിന്റെ സീക്വൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അദ്ദേഹം 5 വർഷം പൂർത്തിയായി, പിന്നെ വേണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. ഞങ്ങൾ വിഷ് യു ബെസ്റ്റ് ഓഫ് ലക്ക്, അത്ര തന്നെ. ഞങ്ങളുടെ അത് അവരല്ലേ തീരുമാനം. ഞാൻ അത്ര മണ്ടനാണോ? കേരള ഗവർണറെ തീരുമാനിക്കുന്ന എൻ്റെ കുറിപ്പടിയുടെ അടിസ്ഥാനത്തിലാണോ? ഒന്നുമല്ല. നമ്മൾ വിഷയാധിഷ്ഠിതമായി ഒരു പ്രശ്നം കാണുക, ആ വിഷയാധിഷ്ഠിതമായി ഗവർണർ എടുക്കുന്ന നിലപാട് ശരിയെങ്കിൽ ശരി, തെറ്റെങ്കിൽ തെറ്റ്. അത് ഞങ്ങൾ മാത്രമല്ല, CPM കാണുന്നത് അങ്ങനെയാണ്, ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് അവർ കാണുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ശ്രീ ആനന്ദ ബോസിനെ കുറിച്ച് നല്ല അഭിപ്രായം പോളിറ്റ് ബ്യൂറോ പറഞ്ഞല്ലോ, നല്ല അഭിപ്രായം പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളും വിഷയാധിഷ്ഠിതമായിട്ടാണ് കാണുന്നത്, ഞങ്ങളും വിഷയാധിഷ്ഠിതമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾക്ക് യോജിക്കാവുന്ന ചില കാര്യമുണ്ട്, ഒട്ടും യോജിക്കാൻ പറ്റാത്ത വലിയ സ്ട്രോങ് ആയിട്ട് ഉപയോഗിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പിന്നെ അവിടെ CPM-ഉം ഈ ഗവർണറും തമ്മിൽ അല്ലല്ല, ഇതൊക്കെ നമ്മളുടെയൊക്കെ DNA ടെസ്റ്റും കൂടെ നോക്ക്. നമ്മൾ എവിടെ പോകുന്നു ആർക്കും അറിയാം. ഇത് കേൾക്കൂ, ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യില്ലേ? അതൊക്കെ നോക്കണം. നമ്മൾ എവിടുന്ന് വന്നു,
നമ്മുടെ പൊസിഷൻ എന്താ, നമ്മുടെ നിലപാട് എന്താണ്, അതവിടെ നിന്നോട്ടെ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് വിഷയാധിഷ്ഠിതമായി കാണുകയാണ്. ഞാൻ മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയും വിഷയാധിഷ്ഠിതമായി ഗവർണർമാരെ ഈ കാലഘട്ടത്തിലും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആനന്ദ ബോസിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞത്. അവരെതിർത്തില്ല, അവർ യോജിച്ചു. അതിനനുകൂലമായി പോളിറ്റ് ബ്യൂറോ പോലും നിലപാടെടുത്തു. എന്തുകൊണ്ടാണ് എനിക്ക് നാളെ പറയരുതോ പോളിറ്റ് ബ്യൂറോ അപ്പാടെ BJP ചേർന്നു? ഞാൻ പറയില്ല, അത്ര മട്ടത്തിലൊന്നും എനിക്കില്ല.